നിനക്ക് ദാഹിക്കുന്നുണ്ടല്ലേ? വെള്ളം പോലും പ്രാണന് വേണ്ടി നിന്റെ മുമ്പിൽ കേണപേക്ഷിപ്പോ ഒരിറ്റ് ദയ നീ കാണിച്ചോടാ. വെട്ടി നുറുക്കിയില്ലേ നീ? ആരോടും ഒരു ദ്രോഹം ചെയ്യാത്ത ആ പാവത്തിനോട് എന്തിനാടാ നീ ഈ ക്രൂരത കാണിച്ചത്? പൊറുക്കില്ല ഒരു മനുഷ്യ കുഞ്ഞു പോലും. നീ വെള്ളം കിട്ടാതെ ദാഹിച്ചു മരിക്കണം. ഹരിത് ഹരിത് സാറേ, ഇനി എനിക്ക് താങ്ങാൻ ശേഷിയില്ല സാർ. സാർ, ഇയാൾക്കൊരു വിസിറ്റർ ഉണ്ട്. ആരാണാവോ ഇവനെയൊക്കെ കാണാൻ വരുന്നത്? ആ ഫാദർ സ്വാമി സദാനന്ദായിരിക്കും, അല്ലാതെ ആര് വരാൻ? എത്രാമത്തെ പ്രാവശ്യ ആ സാധു മനുഷ്യൻ? പുറത്തേക്ക് വാടാ നായേ. വേണ്ട വേണ്ട, എന്നെ ആരും കാണാൻ വരണ്ട. എന്നെ ആരും സ്നേഹിക്കണ്ട. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് എങ്ങനെയാ കഴിയ? ദയവ് ചെയ്ത് അദ്ദേഹത്തിനോടൊന്ന് തിരിച്ചു പോകാൻ പറ. എനിക്ക് അദ്ദേഹത്തെ കാണണ്ട. സമീന്ദർ മോനെ, തിരിച്ചു പോകാനല്ല ഞാൻ വന്നത്, നിന്നെ ഇവിടെ നിന്നും രക്ഷിക്കാനാ. നിനക്ക് സുഖമല്ലേ? എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? നീ കരയുകയായിരുന്നോ? കരയണ്ട മോനെ. എനിക്ക് ക്രിസ്തു ഒരു കാര്യം വെളിപ്പെടുത്തി തന്നു. അവിടുന്ന് മോനോട് ക്ഷമിച്ചിരിക്കുന്നു. നിന്റെ മോചനം അത് സംഭവിക്കുന്നതുവരെ എനിക്കിനി വിശ്രമമില്ല. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇനി ഞാൻ വരുമ്പോൾ ഞാൻ തനിയെയല്ല വരുന്നതെന്ന്. ദാ നോക്ക്, സിസ്റ്റർ റാണി മരിയയുടെ സഹോദരിയാണ്. സമീന്ദർ, പേടിക്കണ്ട. നിന്നെ വേദനിപ്പിക്കാനല്ല ഞാൻ വന്നത്. കാലം എത്രയായി നിന്നെ കാണാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവിന്റെ മഹത്തായ സ്നേഹമാണ് എന്നെ നിന്റെ മുൻപിൽ എത്തിച്ചത്. അതിന് വഴിയൊരുക്കിയത് ഇപ്പോൾ നിന്റെ എല്ലാമായ ഈ പാവപ്പെട്ട വൈദികനാണ്. എന്റെ കുടുംബം മുഴുവനും നിന്നോട് പൂർണ്ണമായി ക്ഷമിച്ചിരിക്കുന്നു. നിനക്കറിയുവോ ഇന്നത്തെ ദിവസം ഏതാണെന്ന്? ഇന്നാണ് രക്ഷാബന്ധൻ. സഹോദരന്റെ കയ്യിൽ രക്ഷ കിട്ടുന്ന ദിവസം. എനിക്ക് എന്റെ സഹോദരിയെ നഷ്ടപ്പെട്ടപ്പോൾ ഇതാ അവിടുന്ന് എനിക്കൊരു സഹോദരനെ സമ്മാനമായി നൽകിയിരിക്കുന്നു. ഇന്നു മുതൽ സമീന്ദർ, നീ എന്റെ സ്വന്തം സഹോദരനാണ്. എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് എങ്ങനെ ഇതിന് കഴിഞ്ഞു? സ്വന്തം സഹോദരിയെ കൊന്ന എന്റെ കൈകളിൽ രാഗി കണ്ട ഒരു സഹോദരനെ പോലെ പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? നിങ്ങൾക്ക് എന്നൊന്ന് ശപിക്കാമായിരുന്നില്ലേ സിസ്റ്ററെ? എന്നെ ഒന്ന് ശപിക്കാമായിരുന്നില്ലേ? എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ. എന്നോട് പൊറുക്കണം സിസ്റ്ററെ. നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കണം. സത്യം മനസ്സിലാക്കാതെ എനിക്ക് തെറ്റിപ്പോയി. എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ.
എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാവൻ. ഈ തടവറയിലെ ദിവസങ്ങൾ എന്റെ പരിവർത്തനത്തിന്റെ ദിനങ്ങളായിരുന്നു. ഈ ഇരുമ്പഴികൾ എന്നെ പലതും പഠിപ്പിച്ചു. ഇന്നു മുതൽ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട്. എനിക്കും നിങ്ങളെ പോലെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ക്രിസ്തുവിന് വേണ്ടി എനിക്കും ജീവിക്കണം. സമീന്ദർ മോനെ, നീ ഈ ജയിലറകളിൽ നിന്ന് പുറത്തിറങ്ങണം. ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാ ഈശോയുടെ ചിത്രം. നിന്റെ സങ്കടങ്ങൾ ഈശോയോട് പങ്കുവയ്ക്കുക. തീർച്ചയായും നീ ഒരു പുതിയ മനുഷ്യനാകും, സംശയമില്ല. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ നമ്മുടെ വീട്ടിലേക്ക് വരണം. ഞങ്ങൾ എല്ലാവരും നിന്നെ കാത്തിരിക്കും. ഫാദർ, നിങ്ങൾക്ക് അനുവദിച്ച സമയം തീരുന്നു. ഓ, സമയം കടന്നുപോയത് അറിഞ്ഞില്ല. ഞങ്ങൾ വീണ്ടും വരും. പ്രതീക്ഷ കൈവിടിയാതെ സർവേശ്വരനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊള്ളുക. നല്ലത് മാത്രം സംഭവിക്കുമെന്ന വിശ്വാസത്തോടെ ഞങ്ങൾ പോയി വരട്ടെ. കൂരിരുട്ടിൽ ഒറ്റയ്ക്കായി കുഞ്ഞിൻ്റെ അടുത്തേക്ക് മാലാഖയെ പോലെ ഒരു തിരിവട്ടവുമായി സിസ്റ്റർ സെൽമി കടന്നു ചെന്നപ്പോൾ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ആർദ്രത സമീന്ദറിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ക്ഷമിച്ചുകൊണ്ടും ക്ഷമയാചിച്ചുകൊണ്ടും ക്രിസ്തുപാതയിലൂടെ അവൻ നടന്നു. സിസ്റ്റർ റാണി മരിയായുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. കുറ്റബോധം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. സിസ്റ്ററുടെ ശവകൂടീരത്തിങ്കിൽ കണ്ണീർ പൂക്കൾ അർപ്പിച്ചു. സമീന്ദർ സിംഗ് എന്ന സിസ്റ്റർ റാണി മരിയായുടെ ജീവിതത്തിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന് സ്തോത്രം പാടുകയാണ്. രക്തസാക്ഷികളുടെ ചുടുതിണമേണ മണ്ണിൽ സഭാതരു തഴച്ചു വളർന്നു. സഭയ്ക്കു വേണ്ടി ധീര രക്തസാക്ഷിത്വം വരിച്ച സിസ്റ്റർ റാണി മരിയ, ഫാദർ അരുൾദാസ് തുടങ്ങിയ മിഷണറിമാരുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ പ്രാർത്ഥനാപൂർവം ശിരസ് നമിച്ചുകൊണ്ട് ഈ പ്രേക്ഷിത വർഷത്തിൽ ചെന്നൈ സീറോ മലബാർ സഭ ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നു ലൈറ്റ് ദ കാൻഡിൽ. Let us brighten the flame of faith and cry
regain the spirit of St. Thomas, kindle the light of Christ in every soul. Let us brighten the flame of faith in Christ, regain the spirit of St. Thomas, kindle the light of Christ in every soul.